ശാന്തി 15/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ നിങ്ങളെ ദൈവിക ധർമ്മവും ശ്രേഷ്ഠ കർമ്മവും പഠിപ്പിക്കുന്നു. അതിനാൽ നിങ്ങളിൽ നിന്നും യാതൊരു ആസുരീയ കർമ്മവും ഉണ്ടാകുവാൻ പാടില്ല. ബുദ്ധി വളരെ ശുദ്ധമായിരിക്കണം. ചോദ്യം: ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ആദ്യം ഏതൊരു പാപം ഉണ്ടാകുന്നു? ഉത്തരം: അഥവാ ദേഹാഭിമാനം ഉണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മയ്ക്ക് പകരം ദേഹധാരിയുടെ ഓർമ്മ വരും. കുദൃഷ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും. മോശമായ ചിന്തകൾ വരും. ഇത് വളരെ വലിയ പാപമാണ്. മായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഉടൻ ജാഗ്രത ഉള്ളവരാകണം. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരികയാണ്. ആത്മീയ പിതാവ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ആത്മീയ ലോകത്തിൽ നിന്നും. അതിനെ നിർവാണധാമം അഥവാ ശാന്തിധാമം എന്നും പറയുന്നു. ഇതാകട്ടെ ഗീതയുടെ കാര്യമാണ്. നിങ്ങളോട് ചോദിക്കുന്നു, ഈ ജ്ഞാനം എവിടെ നിന്നും വന്നു? പറയൂ, ഇത് അതേ ഗീതയുടെ ജ്ഞാനമാണ്. ഗീതയുടെ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ വാച എന്നുണ്ടല്ലോ. ഭഗവാൻ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ശാന്തിയുടെ സാഗരമാണ്. നിവസിക്കുന്നതും ശാന്തിധാമത്തിലാണ്. അവിടെ നമ്മളും വസിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പതീത ലോകമാണ്. പാപാത്മാക്കളുടെ തമോ പ്രധാന ലോകമാണ്. നിങ്ങളും അറിയുന്നുണ്ട്, തീർച്ചയായും നമ്മൾ ആത്മാക്കൾ ഈ സമയം തമോ പ്രധാനമാണ്. 84ന്റെ ചക്രം കറങ്ങി സതോ പ്രധാനത്തിൽ നിന്നും ഇപ്പോൾ തമോ പ്രധാനത്തിൽ വന്നിരിക്കുന്നു. ഇത് പഴയ അഥവാ കലിയുഗി ലോകമാണല്ലോ. ഈ പേരെല്ലാം ഈ സമയത്തേതാണ്. പഴയ ലോകത്തിനു ശേഷം വീണ്ടും പുതിയ ലോകം ഉണ്ടാകുന്നു. ഭാരതവാസികൾ ഇതും അറിയുന്നുണ്ട്. ലോകം മാറേണ്ടിയിരുന്നപ്പോഴാണ് മഹാഭാരത യുദ്ധവും നടന്നിരുന്നത്. അപ്പോൾ തന്നെയാണ് ബാബ വന്ന് രാജയോഗം പഠിപ്പിച്ചിരുന്നത്. കേവലം എന്ത് തെറ്റാണുണ്ടായത്? ഒന്നാമതായി, കൽപ്പത്തിൻ്റെ ആയുസ് മറന്നുപോയി. ഗീതയുടെ ഭഗവാനെയും മറന്നുപോയി. ശ്രീകൃഷ്ണനെയാണെങ്കിൽ ഗോഡ് ഫാദർ എന്ന് പറയാൻ സാധിക്കില്ല. ആത്മാവ് പറയുന്നു, ഗോഡ് ഫാദർ ആ നിരാകാരനാണ്. നിരാകാരനായ ബാബ ആത്മാക്കളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഞാൻ തന്നെയാണ് പതീത പാവനൻ. ഹേ പതീത പാവന എന്ന് എന്നെ വിളിക്കുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണൻ ദേഹധാരിയാണല്ലോ. എനിക്ക് ഒരു ശരീരമില്ല. ഞാൻ നിരാകാരനാകുന്നു. മനുഷ്യരുടെ പിതാവല്ല, ആത്മാക്കളുടെ പിതാവാണ്. ഇത് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അടിക്കടി നമ്മൾ ആത്മാക്കൾ ഈ ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. ഇപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയായി. ബാബ വന്നിരിക്കുകയാണ്. ബാബ ബാബ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബാബയെ വളരെയധികം ഓർമ്മിക്കണം. മുഴുവൻ കൽപ്പത്തിലും ശാരീരിക പിതാവിനെ ഓർമ്മിച്ചു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. മനുഷ്യ സൃഷ്ടിയിൽ നിന്നും എല്ലാ ആത്മാക്കളെയും തിരികെ കൊണ്ടുപോകുന്നു. കാരണം രാവണ രാജ്യത്തിൽ മനുഷ്യരുടെ ദുർഗതി ഉണ്ടായിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം. ഇപ്പോൾ രാവണ രാജ്യമാണ് എന്നത് മനുഷ്യരാരും മനസ്സിലാക്കുന്നില്ല. രാവണൻ എന്നതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കുന്നില്ല. ദസറ ആഘോഷിക്കുന്നതിൻ്റെ ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ അർത്ഥമൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ അറിവ് ലഭിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അറിവ് നൽകുന്നതിന് വേണ്ടി. അഥവാ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വയം മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. ബാബയിൽ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനമുണ്ട്. നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. അപ്പോൾ കുട്ടികളിലും ഈ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്.
ഇത് നിങ്ങളുടെ ഗീതാ പാഠശാലയാണ്. ഉദ്ദേശം എന്താണ്? ഈ ലക്ഷ്മി നാരായണൻ ആകണം. ഇത് രാജയോഗമാണല്ലോ. നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയും ആകുന്നതിൻ്റെ നോളജാണ് ഇത്. അവർ കഥകളിരുന്ന് കേൾപ്പിക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നു. നമ്മളെ ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിക്കുന്നത് തന്നെ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ്. ബാബ പറയുന്നു, ഞാൻ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തി പുതിയ ലോകമാക്കുവാൻ വന്നിരിക്കുന്നു. പുതിയ ലോകത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു, പഴയതിലല്ല. വീണ്ടും തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ചക്രത്തെ അറിഞ്ഞു കഴിഞ്ഞു. മുഖ്യധർമ്മങ്ങൾ 4 ഇപ്പോൾ ഡീറ്റീസം ഇല്ല. ദൈവിക ധർമ്മഭ്രഷ്ടവും ദൈവിക കർമ്മഭ്രഷ്ടവും ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങളെ ശ്രേഷ്ഠ ദൈവിക ധർമ്മവും ശ്രേഷ്ഠ ദൈവിക കർമ്മവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തൻ്റെ മേൽ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. നമ്മളിൽ നിന്നും ഏതെങ്കിലും ആസുരീയ കർമ്മം ഉണ്ടാകുന്നില്ലല്ലോ. മായ കാരണം ഏതെങ്കിലും മോശമായ ചിന്ത ബുദ്ധിയിൽ വരുന്നില്ലല്ലോ. കുദൃഷ്ടി ഉണ്ടായിരിക്കുന്നില്ലല്ലോ. ഇന്നയാൾക്ക് കുദൃഷ്ടി ഉണ്ടാകുന്നു എന്ന് കാണുകയാണെങ്കിൽ, അഥവാ മോശമായ സങ്കല്പങ്ങൾ വരികയാണെങ്കിൽ ഉടൻ അവർക്ക് ജാഗ്രത വരുത്തണം. അവരുമായി കണ്ടുമുട്ടാൻ പാടില്ല. അവർക്ക് ജാഗ്രത വരുത്തണം. നിങ്ങളിൽ മായയുടെ പ്രവേശനം കാരണം ഈ മോശമായ സങ്കല്പങ്ങൾ വരുന്നു. യോഗത്തിലിരിക്കവേ ബാബയുടെ ഓർമ്മയ്ക്ക് പകരം ഏതെങ്കിലും ദേഹത്തിൻ്റെ നേർക്ക് ചിന്ത പോകുന്നുവെങ്കിൽ മനസ്സിലാക്കണം, മായയുടെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബുദ്ധി വളരെ ശുദ്ധമായിരിക്കേണ്ടത് ആവശ്യമാണ്. കളി തമാശകളിൽ പോലും വളരെയധികം നഷ്ടമുണ്ടാകുന്നു. അതിനാൽ നിങ്ങളുടെ വായിൽ നിന്നും സദാ ശുദ്ധവചനങ്ങൾ വരേണ്ടതാണ്, കുവചനമല്ല. കളി തമാശകൾ പോലും പാടില്ല. ഞാൻ തമാശ പറഞ്ഞതാണ് എന്നത് പാടില്ല. ഇതും നഷ്ടമുണ്ടാക്കുന്ന ഒന്നാകുന്നു. വികാരങ്ങളുടെ ലാഞ്ചനയുള്ള തമാശകളും പറയുവാൻ പാടില്ലാത്തതാണ്. വളരെ സൂക്ഷിച്ചിരിക്കണം. നിങ്ങൾക്കറിയാം, നഗ്നരായ ആൾക്കാരുടെ ചിന്തകൾ വികാരങ്ങളുടെ നേർക്ക് പോവുകയില്ല. വസിക്കുന്നതും പ്രത്യേകമാണ്. എന്നാൽ കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത യോഗത്തിലൂടെ അല്ലാതെ ഒരിക്കലും മാറുന്നില്ല. കാമമാകുന്ന ശത്രു ഇങ്ങനെയാണ്. അത് ആരെ കണ്ടാലും പൂർണ്ണമായും യോഗത്തിലല്ലെങ്കിൽ തീർച്ചയായും ചഞ്ചലത ഉണ്ടാകും. തൻ്റെ പരീക്ഷ നടത്തേണ്ടതുണ്ട്. ബാബയുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കൂ. അപ്പോൾ ഈ ഒരു പ്രകാരത്തിലുമുള്ള രോഗം ഉണ്ടായിരിക്കുകയില്ല. യോഗത്തിൽ ഇരിക്കുന്നതിലൂടെ ഇത് ഉണ്ടാകുന്നില്ല. സത്യയുഗത്തിലാണെങ്കിൽ ഒരു പ്രകാരത്തിലുമുള്ള മലിനത ഉണ്ടായിരിക്കില്ല. ചാഞ്ചല്യം ഉണ്ടാകാൻ തക്കവണ്ണം അവിടെ രാവണന്റെ ചഞ്ചലതയേയില്ല. അവിടെ യോഗി ലൈഫാണ് ഉള്ളത്. ഇവിടെയും വളരെ ഉറച്ച അവസ്ഥ ആവശ്യമാണ്. യോഗബലത്തിലൂടെ ഈ എല്ലാ രോഗങ്ങളും സമാപ്തമാകുന്നു. ഇതിൽ വലിയ പ്രയത്നം ഉണ്ട്. രാജ്യം നേടുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ടല്ലോ. ഭാഗ്യത്തിൽ എന്തുണ്ടാകുമോ അത് ലഭിക്കും എന്നത് പാടില്ല. ധാരണയെ ചെയ്യുന്നില്ലെങ്കിൽ ചില്ലിക്കാശിൻ്റെ പദവി നേടാനാണ് യോഗ്യം എന്നർത്ഥം. സബ്ജക്ട്സ് വളരെയധികം ഉണ്ടല്ലോ. ചിലർ ഡ്രോയിങ്ങിൽ, ചിലർ കളികളിൽ മാർക്സ് നേടുന്നു. അത് കോമൺ സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ ഇവിടെയും സബ്ജക്ട്സ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ലഭിക്കും. പിന്നെ ചക്രവർത്തി പദം ലഭിക്കുക സാധ്യമല്ല. അതാകട്ടെ സർവീസ് ചെയ്യുമ്പോഴാണ് ചക്രവർത്തി പദം ലഭിക്കുന്നത്. അതിനുവേണ്ടി വളരെയധികം പ്രയത്നം വേണം. വളരെ പേരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നതേയില്ല. ആഹാരം ദഹിക്കുകയെ ചെയ്യാത്തതുപോലെ ഉയർന്ന പദവി നേടുന്നതിനുള്ള ധൈര്യമില്ല. ഇതിനെയും രോഗം എന്ന് പറയുമല്ലോ. നിങ്ങൾ ഏതൊരു കാര്യവും
കണ്ടും കാണാതിരിക്കൂ. ആത്മീയ പിതാവിൻ്റെ ഓർമ്മയിലിരുന്ന് മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. അന്ധരുടെ ഊന്നുവടിയാകണം. നിങ്ങളാണെങ്കിൽ വഴി അറിയുന്നുണ്ട്. രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനവും മുക്തിയും ജീവൻ മുക്തിയും നിങ്ങളുടെ ബുദ്ധിയിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മഹാരഥികളായവർക്ക് കുട്ടികളുടെ അവസ്ഥയിലും പകലിൻ്റെ വ്യത്യാസമുണ്ട്. ചിലർ വളരെയധികം ധനവാനായി മാറുന്നു, ചിലർ തീർത്തും ദരിദ്രമാണ്. രാജപദത്തിൽ വ്യത്യാസമുണ്ടല്ലോ. പിന്നെ അവിടെ രാവണൻ ഇല്ലാത്തത് കാരണം ദുഃഖമില്ല. ബാക്കി സമ്പത്തിൽ വ്യത്യാസമുണ്ട്. സമ്പത്തിലൂടെയാണ് സുഖമുണ്ടാകുന്നത്. എത്രത്തോളം യോഗത്തിലിരിക്കുമോ അത്രയും ഹെൽത്ത് വളരെ നന്നായിരിക്കും. പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. വളരെ പേരുടെ പെരുമാറ്റം അജ്ഞാനികളായ മനുഷ്യരുടേതുപോലെയാണ്. അവർക്ക് ആരുടെയും മംഗളം ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴാണോ പരീക്ഷ നടക്കുന്നത് അപ്പോൾ മനസ്സിലാകും ആര് എത്ര മാർക്കോടുകൂടി പാസ്സാകും. പിന്നെ ആ സമയത്ത് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കേണ്ടി വരും. ബാബ് ദാദ രണ്ടുപേരും എത്ര മനസ്സിലാക്കിച്ച് തന്നുകൊണ്ടിരിക്കുന്നു. ബാബ വന്നിരിക്കുന്നത് തന്നെ മംഗളം ചെയ്യുവാനാണ്. തൻ്റെയും മംഗളം ചെയ്യേണ്ടതുണ്ട്, മറ്റുള്ളവരുടേതും ചെയ്യേണ്ടതുണ്ട്. ബാബയെ വിളിച്ചിരിക്കുന്നതും വന്ന് പതീതരായ നമ്മളെ പാവനമാക്കാനുള്ള വഴി പറഞ്ഞു തരൂ എന്നതിനു വേണ്ടിയാണ്. അപ്പോൾ ബാബ ശ്രീമത് നൽകുന്നു. നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ദേഹാഭിമാനം ഉപേക്ഷിച്ച് എന്നെ ഓർമ്മിക്കൂ. എത്ര സഹജമായ ഔഷധമാണ്. പറയൂ, നമ്മൾ കേവലം ഒരു ഭഗവാനാകുന്ന പിതാവിനെയാണ് അംഗീകരിക്കുന്നത്. ആ ഒന്ന് പറയുന്നു, എന്നെ വിളിക്കുന്നത് വന്ന് പതീതരെ പാവനമാക്കൂ എന്നാണ്. അപ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു. ബ്രഹ്മാവിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അത് ദാദായാണ്, ബാബയുമല്ല. ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു, ബ്രഹ്മാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. നിരാകാരനായ പിതാവ് ഇദ്ദേഹത്തിലൂടെ അഡോപ്റ്റ് ചെയ്ത് ആത്മാക്കളായ നമ്മളെ പഠിപ്പിക്കുന്നു, ഇദ്ദേഹത്തെയും പഠിപ്പിക്കുന്നു. ബ്രഹ്മാവിൽ നിന്നും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. സമ്പത്ത് പിതാവിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹത്തിലൂടെ ലഭിക്കുന്നത്. നൽകുന്നവൻ ഒന്നാണ്. ആ ഒന്നിന് തന്നെയാണ് മഹിമയുള്ളത്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. ഇദ്ദേഹമാണെങ്കിൽ പൂജ്യനിൽ നിന്നും പിന്നെ പൂജാരിയാകുന്നു. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ പതീതമായിരിക്കുന്നു, വീണ്ടും പൂജ്യവും പാവനവും ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബാബയിലൂടെ കേൾക്കുന്നു. ഏതെങ്കിലും മനുഷ്യനിൽ നിന്നല്ല കേൾക്കുന്നത്. മനുഷ്യരുടേത് ഭക്തിമാർഗമാണ്. ഇത് ആത്മീയ ജ്ഞാനമാർഗമാണ്. ജ്ഞാനം കേവലം ഒരു ജ്ഞാനസാഗറിൻ്റെ പക്കൽ തന്നെയാണുള്ളത്. ബാക്കി ഈ ശാസ്ത്രങ്ങളും മറ്റുമെല്ലാം ഭക്തിയുടേതാണ്. ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നത് ഇതെല്ലാം ഭക്തിമാർഗമാണ്. ജ്ഞാനസാഗരം ഒരേ ഒരു ബാബയാണ്. നമ്മൾ ജ്ഞാനനദികൾ ജ്ഞാനസാഗരത്തിൽ നിന്നും വരുന്നു. പിന്നെ അത് ജലത്തിൻ്റെ സാഗരവും നദികളുമാണ്. കുട്ടികൾക്ക് ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അന്തർമുഖരായി ബുദ്ധി പ്രവർത്തിപ്പിക്കണം. സ്വയം തന്നെ നന്നാക്കുന്നതിനായി അന്തർമുഖരായി തൻ്റെ പരിശോധന നടത്തൂ. അഥവാ വായിൽ നിന്നും ഏതെങ്കിലും കുവചനങ്ങൾ പുറപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ കുദൃഷ്ടി ഉണ്ടായെങ്കിൽ സ്വയം തന്നെ ശാസിക്കണം. എൻ്റെ വായിൽ നിന്നും കുവചനം എന്തുകൊണ്ട് വന്നു? എനിക്ക് കുദൃഷ്ടി എന്തുകൊണ്ടുണ്ടായി? സ്വയം തന്നെ ചമ്മട്ടി കൊണ്ട് അടിക്കണം. അടിക്കടി ജാഗ്രത വരുത്തണം. അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടുവാൻ സാധിക്കുന്നത്. വായിൽ നിന്നും കടുത്ത വാക്കുകൾ വരരുത്. ബാബയ്ക്ക് എല്ലാ പ്രകാരത്തിലുമുള്ള ശിക്ഷകൾ നൽകേണ്ടതുണ്ട്. ആരെയെങ്കിലും ഭ്രാന്തനാണ് എന്ന് പറയുന്നതും കുവചനമാണ്. മനുഷ്യരാണെങ്കിൽ ആരെക്കുറിച്ച് എന്ത് തോന്നുന്നുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരുടെ മഹിമയാണ് പാടുന്നത് എന്ന് ഒന്നും അറിയുന്നില്ല.
മഹിമ വർണ്ണിക്കേണ്ടത് ഒരേ ഒരു പതീത പാവനായ ബാബയുടേതാണ്, മറ്റാരുടേതുമല്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും പതീത പാവനൻ എന്ന് പറയുന്നില്ല. ഇവർ ആരെങ്കിലും പാവനമാക്കുന്നില്ല. പതീതത്തിൽ നിന്നും പാവനമാക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. പാവന സൃഷ്ടി തന്നെയാണ് പുതിയ ലോകം. അത് ഇപ്പോഴില്ല. പ്യൂരിറ്റി ഉള്ളത് തന്നെ സ്വർഗത്തിലാണ്, പവിത്രതയുടെ സാഗരവുമാണ്. ഇതാണെങ്കിൽ രാവണ രാജ്യമാണ്. കുട്ടികൾക്ക് ഇപ്പോൾ ആത്മാഭിമാനി ആകുന്നതിൻ്റെ വളരെയധികം പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. വായിൽ നിന്നും ഏതെങ്കിലും കല്ലോ കുവചനങ്ങളോ വരാൻ പാടില്ല. വളരെ സ്നേഹത്തോടെ നടക്കണം. കുദൃഷ്ടിയും വളരെയധികം നഷ്ടമുണ്ടാക്കുന്നു. വലിയ പ്രയത്നം ആവശ്യമാണ്. ആത്മാഭിമാനം അവിനാശി അഭിമാനമാണ്. ദേഹം വിനാശിയാണ്. ആത്മാവിനെ ആരും അറിയുന്നില്ല. ആത്മാവിനും തീർച്ചയായും ഒരു പിതാവുണ്ടാകുമല്ലോ. എല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ എല്ലാവരിലും പരമാത്മാവാകുന്ന പിതാവ് വിരാജിക്കുന്നത് എങ്ങനെ സാധ്യമാകും? എല്ലാവരും എങ്ങനെയാണ് പിതാവാവുക? ഇത്ര പോലും ബുദ്ധിയില്ല. എല്ലാവരുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ആ ഒന്നിൻ്റെ നാമമാണ് ശിവൻ. ശിവരാത്രിയും ആഘോഷിക്കുന്നു. രുദ്രരാത്രി അഥവാ ശ്രീകൃഷ്ണ രാത്രി എന്ന് പറയുന്നില്ല. മനുഷ്യർ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം ആ ഒന്നിൻ്റെ രൂപമാണ്, ആ ഒന്നിൻ്റെ തന്നെ ലീലയാണ് എന്ന് പറയും. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. അപ്പോൾ ആ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടതുണ്ട്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ലേബേഴ്സിനും ശിക്ഷണം നൽകേണ്ടതുണ്ട്. അപ്പോൾ അവരുടെയും കുറച്ചൊക്കെ മംഗളമുണ്ടാകട്ടെ. എന്നാൽ സ്വയമേ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ഓർമ്മ നേടിക്കൊടുക്കും? രാവണൻ പൂർണ്ണമായും പതീതമാക്കി മാറ്റുന്നു. പിന്നെ ബാബ വന്ന് പരിസ്ഥാനിയാക്കുന്നു. വണ്ടറാണല്ലോ. ആരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇല്ല. ഈ ലക്ഷ്മി നാരായണൻ എത്ര ഉയർന്ന പരിസ്ഥാനിയിൽ നിന്നും പിന്നെ എത്ര പതീതമായി മാറുന്നു. അതിനാൽ ബ്രഹ്മാവിൻ്റെ പകലും ബ്രഹ്മാവിൻ്റെ രാത്രിയും പാടപ്പെട്ടിട്ടുണ്ട്. ശിവന്റെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വളരെയധികം സർവീസ് ചെയ്യാൻ സാധിക്കും. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. വാതിൽ തോറും അലയുന്നത് ഉപേക്ഷിക്കൂ. ഈ ജ്ഞാനം തന്നെ ശാന്തിയുടേതാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ സദോപ്രധാനമായി മാറും. ഈ ഒരു മന്ത്രം നൽകിക്കൊണ്ടിരിക്കൂ. ഇത്രമാത്രം. ഉറച്ചവർ ആകാത്തതുവരെയും ആരിൽ നിന്നും പൈസ വാങ്ങാൻ പാടില്ല. പറയൂ, പ്രതിജ്ഞ ചെയ്യൂ, നമ്മൾ പവിത്രമായി ജീവിക്കും. അപ്പോഴാണ് നമുക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയത് കഴിക്കാൻ സാധിക്കുന്നത്, എന്തെങ്കിലും സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ വളരെ അനേകമുണ്ട്. ഫോറിനേഴ്സും മറ്റും ആര് തന്നെ വന്നാലും അവർക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. ബാബയെ ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരിക്കലും വികാരങ്ങളുടെ ലാഞ്ചനയുള്ള കളിത്തമാശകൾ പറയരുത്. സ്വയം വളരെയധികം ജാഗ്രത വയ്ക്കണം. വായിൽ നിന്നും കടുത്ത വാക്കുകൾ പുറപ്പെടുവിക്കരുത്. ആത്മാഭിമാനിയാകുന്നതിൻ്റെ വളരെയധികം പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരോടും സ്നേഹത്തോടെ നടക്കണം. കുദൃഷ്ടി വയ്ക്കരുത്. കുദൃഷ്ടി ഉണ്ടാവുകയാണെങ്കിൽ സ്വയം തനിക്ക് സ്വയമേ ശിക്ഷ കൊടുക്കണം. വരദാനം: നിരന്തര ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസിലൂടെ കുട്ടിക്കാലത്തെ വികൃതികൾ സമാപ്തമാക്കുന്ന വാനപ്രസ്ഥിയായി ഭവിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംഗമത്തിൻ്റെ അമൂല്യ സമയത്തെ പാഴാക്കുന്നത് കുട്ടിക്കാലത്തെ വികൃതികളാണ്. ഇപ്പോൾ ഈ വികൃതി ശോഭിക്കുന്നില്ല.
വാനപ്രസ്ഥത്തിൽ കേവലം ഒരേ ഒരു കാര്യം മാത്രമാണ് അവശേഷിക്കുന്നത്: ബാബയുടെ ഓർമ്മയും സേവനവും. ഇതല്ലാതെ മറ്റൊരു ഓർമ്മയും വരരുത്. എഴുന്നേറ്റാലും ഓർമ്മയും സേവനവും, ഉറങ്ങിയാലും ഓർമ്മയും സേവനവും. നിരന്തരം ഈ ബാലൻസ് നിലനിൽക്കട്ടെ. ത്രികാലദർശിയായി കുട്ടിക്കാലത്തെ കാര്യങ്ങളുടെയും കുട്ടിക്കാലത്തെ സംസ്കാരങ്ങളുടെയും സമാപ്തി ചടങ്ങ് ആഘോഷിക്കൂ. അപ്പോൾ വാനപ്രസ്ഥി എന്ന് പറയും. സ്ലോഗൻ: സർവപ്രാപ്തികൾ കൊണ്ടും സമ്പന്നമായ ആത്മാവിൻ്റെ അടയാളമാണ് സന്തുഷ്ടത. സന്തുഷ്ടമായിരിക്കൂ, സന്തുഷ്ടമാക്കൂ. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകാന്തത ഒന്നാമതായി സ്ഥൂലമായതുണ്ട്, രണ്ടാമതായി സൂക്ഷ്മമായതുമുണ്ട്. ഏകാന്തതയുടെ ആനന്ദത്തിൻ്റെ അനുഭവിയായി മാറൂ. അപ്പോൾ ബഹിർമുഖത നല്ലതായി തോന്നില്ല. അവ്യക്തസ്ഥിതി വർദ്ധിപ്പിക്കുന്നതിനായി ഏകാന്തതയിൽ താൽപ്പര്യം വയ്ക്കണം. ഏകതയോടൊപ്പം ഏകാന്തപ്രിയർ ആകണം. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ മഹാസാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു.
പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവപ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.